ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഒരു ചെറിയ യാത്രയിലാണ് കേട്ടോ. മംഗലാപുരത്തേക്കാണ് പോകുന്നത്. ഇന്നലെ രാത്രി 10:30-ക്കായിരുന്നു ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് നേരെ കിടന്ന് ഉറങ്ങി. ഇന്നിപ്പോൾ രാവിലെ ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം മംഗലാപുരത്തെ വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കാണ് ഇനിയിപ്പോൾ രാവിലെ ഞങ്ങൾ എത്തത്തുള്ളൂ. കേശക്കുട്ടനെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ജയ്ഷേട്ടൻ്റെ വീടിന് ഞങ്ങൾ എന്തായാലും വിശേഷങ്ങളൊക്കെ പിന്നാലെ കേൾക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് അറിയുന്നത് ബേക്കൽ ഫോർട്ട് ആകാറായി. ബേക്കൽ ഫോർട്ട് എന്ന പേരിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ട്രെയിനിലിരുന്നാൽ നമ്മുടെ ഫേമസ് ബേക്കൽ ഫോർട്ട് കാണാൻ പറ്റുന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് വഴിയേ അറിയാം. വിജയകരമായി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ചിലപ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അതിൻ്റെ ട്രെയിനിലിരുന്ന് കാണാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. എന്നാലും ഞങ്ങൾ കണ്ടില്ല. ബേക്കൽ ഫോർട്ടിലേക്ക് എന്ന് പറഞ്ഞ് വന്നാൽ മാത്രമേ ഇനിയിപ്പോൾ കാണാൻ പറ്റുള്ളൂ. എന്തായാലും സാരമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ബേക്കൽ ഫോർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് താമസിക്കാണ്ട് നമ്മൾ മംഗലാപുരം എത്തുന്നതാണ് പ്രതീക്ഷ. മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പം കണ്ട പാലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. നമുക്കുള്ള റൂം സ്റ്റേഷന് അടുത്ത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്നിട്ട് വിശക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സോ ചെന്നിട്ട് വേണം റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. 12 മണിക്ക് ചെക്കിൻ ടൈം തന്നേക്കുന്നത്. അപ്പം ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് റൂമിലേക്ക് എത്തിയാൽ മതി. മൂന്ന് ബാഗും കുട്ടി. അതെ, 3 ബാഗും കുട്ടിയുമായിട്ട് ഞങ്ങൾ മംഗലാപുരം ചെന്നിറങ്ങി കേട്ടോ. ആക്ച്വലി നമ്മളിത് ഇവിടെ ഹോട്ടലിലേക്ക് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ യശോദയും കേശിക്കുട്ടനും കൂടെ അങ്ങോട്ട് നടക്കുകയാണ്. തൊട്ട് പുറകെ തന്നെ ഞാനും ഉണ്ട്. അപ്പോൾ എന്തായാലും റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം മാംഗ്ലൂർ നഗരം കാണാനായിട്ട് ഇറങ്ങാനായിട്ട്. ഞങ്ങൾ വന്നു, റെസ്റ്റോറൻറ്റിൽ കയറി ചെക്ക് ഇൻ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുകയാണ്. ഇപ്പോൾ റൂമിലേക്ക് കയറണം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞങ്ങളിത് റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയി നല്ലപോലെ ഒന്ന് കിടന്ന് ഉറങ്ങി. ഇനിയിപ്പം വൈകിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ വന്നിട്ട് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി. അതിനുശേഷം ഇപ്പം ഒരു 4-5 മണി ആയപ്പോഴേക്കും വൈകിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടേക്കൊന്ന് കറങ്ങി നടന്ന് കാണണം, ആസ്വദിക്കണം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ. നമ്മൾ നടക്കും, നമുക്ക് മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ കാണാം. രാവിലെ വന്ന് ഇറങ്ങിയത് ഇവിടെയായിരുന്നു. ഇവിടുത്തെ നമ്മുടെ റൂമിലേക്ക് നടക്കേണ്ട ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. നടന്നു വരുന്ന വഴിക്ക് ഇവിടെ മാംഗ്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാണാം. അതിന് സൈഡിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിക്കണം എന്നുള്ളൊരു പ്ലാൻ്റെ പുറത്താണ് ഈ നടക്കുന്നത്. ചായക്കട തപ്പി നടക്കുകയാണ്. യശുവിൻ്റെ മനസ്സിൽ ഏതോ കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. ഫൈനലി ജയ്ഷൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടെത്തിച്ചു കേട്ടോ. ഐഡിയൽ ഐസ്ക്രീം പാർലർ. ഇത് മാംഗ്ലൂരിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം സ്പോട്ടാണ് കേട്ടോ.
ഭയങ്കര വിശാല. ഇതിനകത്തോട്ട് കിടക്കുമ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഐസ്ക്രീംസ് കിട്ടും, ഷേക്സ് കിട്ടും, പിന്നെ ചായയും സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ്. മെനു കാർഡ് കൊണ്ടു തന്നപ്പോഴേ കണ്ണുകളി കേട്ടോ, ഇതിൽ ഏത് ഓർഡർ ചെയ്യണമെന്നുള്ളത്. പിന്നെ അറിയുന്ന പേരൊക്കെ തന്നെ ട്രൈ ചെയ്യാം, റിസ്ക് എടുക്കണമെന്ന് വെച്ചു. കേശുവിൻ്റെ ചോക്ലേറ്റിൻ്റെ ആളാണ്, അതുകൊണ്ട് അവന് ബെൽജിയം ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്തത്. ഞാൻ പിന്നെ ജെല്ലി വിത്ത് വാനില ഐസ്ക്രീമും ജയകൃഷ്ണന് ഫ്രൂട്ട് സാലഡും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ നേരത്തെ കാത്തിരുന്നതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത കാര്യങ്ങൾ മുന്നിലെത്തിട്ടോ. അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ സകല കടകളും അറിയാം കേട്ടോ. അന്ന് മുതലേ ഞങ്ങൾ ഈ മാംഗ്ലൂർ വരണം, ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് അതിനോട് അവസരം കിട്ടിയത്. അപ്പോൾ ജേഷൻ്റെ ആഗ്രഹപ്രകാരം വന്ന് നമ്മൾ പ്ലാൻ ചെയ്തെടുത്തെല്ലാം പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ ബോണ്ട ഫാക്ടറിയാണ്, പിന്നെ എന്തൊക്കെയോ കടകളുടെ പേര് പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇനിയുള്ളൊരു 3-4 ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യണം. ഞങ്ങളെ ബോണ്ട ഫാക്ടറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട്, രുചിയൊക്കെ ഇഷ്ടമാകുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, എന്താ സംഭവം അറിയത്തില്ല. ഈ ഷർട്ട് നേരത്തെ പോയിട്ടുണ്ടോ അവിടെ? എന്താ കേട്ടിട്ടേ ഉള്ളോ? അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്താണോ എന്തോ. അപ്പം നമ്മുടെ നാട്ടിൽ മിൽമയൊക്കെ പോലെ ഇവിടെയുള്ള ഈ മിൽക്ക് പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഇത് കമ്പനിയാണ് നന്ദിനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അടിപൊളി ബദാം ഷേക്ക് കിട്ടുന്ന ശേഷം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നെന്തായാലും ഇനിയിപ്പം ബദാം ഷേക്ക് പോകത്തില്ല, ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പം ബോണ്ട ഫാക്ടറി തന്നെയാണ്. ജേഷന് ഓൾറെഡി മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. വിചാരിക്കുന്നതൊക്കെയാണ്, നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതൊക്കെ അല്ല എൻ്റെ മനസ്സിൽ. ബോണ്ട ഫാക്ടറി തന്നെ ബോണ്ടയല്ലേ? ഓക്കെ. അപ്പോൾ ഞാനെന്തായാലും നാട്ടിലെ പോലെ ബോണ്ടയൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് വിചാരിച്ചേക്കുന്നത്. കൊണ്ടുപോകുന്നുണ്ട്, എന്തായാലും ചെന്നിട്ട് നോക്കാം കേട്ടോ എന്താന്ന്. അങ്ങനെ ജയകൃഷ്ണൻ പറഞ്ഞ ആ ഒരു ബോണ്ട ഫാക്ടറിയിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. എന്തോ ആണോ എന്ത്. എത്തിയോ? ഏതാ? ഓക്കെ, കണ്ടോ, ഇതാണ് ചേച്ചിയുടെ പറഞ്ഞ ബോണ്ട ഫാക്ടറി. ഓ, ഇത് ഏതോ സ്ഥാപനത്തിന്റെ പേരാട്ടോ. ജ്യൂസോ? എനിക്കിത് മനസ്സിലാവുന്നില്ല എന്താ എന്തൊക്കെയോ. ഇപ്പം ഇതാണ് ബോണ്ട ഫാക്ടറി. ഇപ്പം നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇതൊന്ന് ചായ കുടിക്കുന്നതാണ്. ആക്ച്വലി ബോണ്ട ഫാക്ടറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലേക്ക് ചായയുടെ കൂടെ കിട്ടുന്ന ബോണ്ടയാണ് കേട്ടോ. ഇത് പക്ഷേ കരിക്കുന്ന വെറൈറ്റി എന്തൊക്കെയാണ്, കരിക്കുന്ന പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് എന്തായാലും എന്നോടൊന്ന് ചോദിക്കാം. ബോണ്ട കരിക്കുന്ന മാത്രം, പിന്നെ എന്താ ബോണ്ടെന്ന് വെച്ചാൽ ബോണ്ട എന്ന് വെച്ചാൽ കന്നഡയിൽ കരിക്ക് തേങ്ങ എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. പേര് കേട്ടപ്പം ഞാൻ ശരിക്കും വിചാരിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചായയുടെ കൂടെ കടിക്കുന്ന ബോണ്ടയില്ലേ അതാണെന്നാണ് കേട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നല്ല അടാറ് കരിക്കും വെള്ളമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ഇതിനകത്തുനിന്ന് നമുക്ക് ആ ഒരു കുപ്പിയിൽ കരിക്കും വെള്ളം കിട്ടുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ കുപ്പി ചെറിയൊരു ട്രാക്കിൽ കൂടിയാണ് കേട്ടോ വരുന്നത്. നമ്മളിതേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു കുപ്പിയിൽ അപ്പോഴാണ് വെള്ളം നിറയ്ക്കുന്നത്. വെള്ളം നിറച്ച് ഈ ഒരു ട്രാക്കിലേക്ക് വെക്കും. അതിനുശേഷം ഓർഡർ അനുസരിച്ച് നമുക്ക് തരും. കുടിച്ച് കഴിഞ്ഞിട്ട് ദേ ആ ട്രാക്കിൻ്റെ ഇതുപോലെ നമുക്ക് കുടിച്ച് കഴിഞ്ഞ കുപ്പിയും ഈ ട്രാക്കിലേക്ക് വെക്കാൻ പറ്റും. ഇതിങ്ങനെ അതിനെ അകത്തേക്ക് കൊണ്ടുപോകും. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. എന്തായാലും ആസ്വദിച്ച് ഞങ്ങൾ ആ കരിക്കും വെള്ളവും കുടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്ന്. ബോണ്ട ഫാക്ടറിയിൽ നിന്ന് നല്ല അസല് കരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മംഗലാപുരത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ഷോപ്പിലേക്കാണ്, ബല്ലി ഷോപ്പ്. കടയിൽ അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ടും അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യക്കുറവുള്ളത് കൊണ്ടും നമ്മൾ പാഴ്സൽ വാങ്ങുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും അധികം കണ്ടിട്ടില്ലാത്ത കുറച്ച് വെറൈറ്റി സ്നാക്സ് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ചാട്ട് ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. ഒണിയൻ കച്ചോരി ചാട്ടും ദഹി പൂരിയും പീനട്ട് മസാലയും ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
എന്തായാലും ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് കഴിച്ചപ്പോഴേക്കും കേശുട്ടൻ ഓഫായി തുടങ്ങി. പിന്നീട് എങ്ങും പോകാനുള്ള ആവത് അവനുണ്ടായിരുന്നില്ല. തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഒരു ഓട്ടോ പിടിച്ചു നേരെ റൂമിലേക്ക്. ഫൈനലി ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോവാണ്. അതും നടന്നല്ല പോണേ, ഓട്ടോയിലാണ്. ഇത് ഇലക്ട്രിക് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ വെച്ച് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എൻഡ് ചെയ്യുവാണ്. ഗുഡ് ബൈ.